സുഹൃത്തുക്കളെ, കാട് പിടിച്ചു വളർന്നു നിൽക്കുന്ന ഈ ചെടി നമ്മളിൽ പലർക്കും ഓർമ്മയുണ്ടാകാം. ഗോതമ്പ് ചെടിയുടെ ഇലകളോട് സാമ്യമുള്ള ഈ ചെടി മനോഹരമായ മുത്തുകളോടുകൂടി കുലകുത്തി നിൽക്കുന്ന പറമ്പുകളും തൊടികളും ഒരു മനോഹര കുട്ടിക്കാലം നമുക്ക് തന്നിരുന്നു. കഴിഞ്ഞൊരു ദിവസം ഒരു FB പോസ്റ്റിൽ ഈ ചെടിയുടെയും വിത്തിൻ്റെയും ഫോട്ടോ പോസ്റ്റിൽ കാണുകയും പല ആൾക്കാരും ഇതിപ്പോഴുമുണ്ടോ, എവിടെ കിട്ടും, വിത്ത് കിട്ടുമോ തുടങ്ങി ഒരുപാട് സംശയങ്ങൾ കമന്റുകളായി ഇട്ടിരിക്കുന്നത് കണ്ടു. മറ്റു പല സ്ഥലങ്ങളിലും അന്യം നിന്ന ഈ ചെടി കൊല്ലം, ആലപ്പുഴ ജില്ലകളുടെ പല ഭാഗങ്ങളിലും യഥേഷ്ടമുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. യാദൃച്ഛികമായി എൻ്റെ കൊല്ലം യാത്രയിൽ ഒരു പാടത്തിനോട് ചേർന്ന് വിത്തുകളോടുകൂടി വിളഞ്ഞു കിടക്കുന്ന ഈ ചെടികൾ കണ്ടപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ കൊള്ളാവുന്ന അത്ര വിത്തുകൾ ഞാൻ ശേഖരിച്ചു. പാകമായ വിത്തുകൾ പല ഡിസൈനുകളിലും നിറത്തിലും നമുക്ക് കിട്ടാറുണ്ട്. കുട്ടിക്കാലത്ത് ഇത് മാല കോർത്ത് അണിഞ്ഞ അനുഭവം നമ്മളിൽ ഒരുപാട് പേർക്കുണ്ട്. പളുങ്ക് ചെടി, പൂച്ചമണി, പൂച്ചക്കുരു, മാലക്കുരു, നായ്ക്കല്ല്, സിലന്തിക്കായ്, മുത്തുക്കായ്, കൊന്തമണിക്കായ് എന്നീ പല സ്ഥലങ്ങളിൽ പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നു. പാകമായ വിത്തുകൾ കൊണ്ട് ജപമാലകൾ കോർത്ത് ഒരു കാലത്ത് യഥേഷ്ടം ഉപയോഗിച്ചിരുന്നു. പാകമായ വിത്തിൻ്റെ നടുഭാഗത്തുള്ള ഒരു തരം നാര് വലിച്ചൂരിയെടുക്കുമ്പോൾ അതിൽ നൂൽ കോർക്കാൻ പാകത്തിൽ ഒരു ഹോൾ പ്രകൃതി തന്നെ നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. സൂചിയിൽ നൂൽ കോർത്ത് ഒന്നിനു പുറകെ മറ്റൊന്നായി നിരനിരയായി നമുക്ക് മുത്തുകൾ കോർത്തെടുക്കാം. ചൂണ്ടനൂല് പോലെയുള്ള ബലമുള്ള നൂലുകൾ ഉപയോഗിച്ചാൽ മാല പെട്ടെന്ന് പൊട്ടാതെ വളരെ കാലം സൂക്ഷിക്കാൻ കഴിയും. വനപ്രദേശങ്ങളോട് ചേർന്ന് നിന്നിരുന്ന ഒരു വിഭാഗം ആൾക്കാർ ഒരു കാലത്ത് മാലയും വളയും നിർമ്മിച്ചണിയാൻ ഈ വിത്തുകൾ ഉപയോഗിച്ചിരുന്നു. ഈ വിത്തുകൾ മുളപ്പിച്ചെടുത്ത് പുതിയ ചെടികൾ ഉണ്ടാക്കുവാൻ വേണ്ടി മാല കോർക്കുന്നതിന് മുമ്പായി തന്നെ നാരുകൾ ഊരി മാറ്റാതെ കുറച്ച് വിത്തുകൾ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അല്പം ക്ഷമയോടുകൂടി ഒന്നിനു പുറകെ ഒന്നായി മുത്തുകൾ കോർത്തെടുത്താൽ നമുക്ക് മനോഹരമായ മാല നിർമ്മിക്കാനാകും. ഒരു കൈക്കുമ്പിളിൽ കൊള്ളാവുന്ന അത്രയും വിത്തുകൾ മാത്രമാണ് ഞാൻ ശേഖരിച്ചിരുന്നത്. ഒരു പക്ഷേ ഇതൊരു മാലയായി രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാൽ ഇതൊരു ചെടിയിലുണ്ടായ വിത്താണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക വളരെ പ്രയാസമായിരിക്കും. അത്രയ്ക്ക് സൗന്ദര്യമാണ് ഈ മുത്തുകൾക്ക്. വളരെ കുറച്ച് മുത്തുകൾ കൊണ്ട് തന്നെ മനോഹരമായൊരു മാല തീർക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ മനോഹാരിത നമ്മെ ബാല്യകാലത്തിൻ്റെ സ്മരണകളിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രിയ സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇത്തരത്തിലുള്ള നല്ല ഗൃഹാതുരത്വം ഉണർത്തുന്ന വീഡിയോകളുമായി കടന്നു വരാം. അനുഗ്രഹിക്കുക.